ഇടപെടൽ കടുപ്പിക്കാൻ സർക്കാർ തീരുമാനം. നിയമനങ്ങളിൽ സമഗ്ര പരിശോധന നടത്തും. കിഫ്ബിയുടെ നിലവിലെ പ്രവർത്തന ഘടന പുനഃപരിശോധിക്കും. ഇരട്ട ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ കിഫ്ബിയിലുണ്ടെന്നും സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. കിഫ്ബിയുടെ പ്രവർത്തനത്തിലും ധനസമാഹരണ രീതിയിലും മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. വരുമാനമുണ്ടാകുന്ന പദ്ധതികളിലേക്ക് മാറാനായിരുന്നു തീരുമാനം. അതിനു പിന്നാലെയാണ് കിഫ്ബിയിലെ സർക്കാർ ഇടപെടൽ കടുപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. നിയമനങ്ങളിൽ സമഗ്രമായ പരിശോധന നടത്തും. വിരമിച്ച ജീവനക്കാരുടെ പുനർനിയമനങ്ങൾ റദ്ദാക്കും. 1 ലക്ഷത്തിലധികം ശമ്പളം വാങ്ങുന്ന 50-ലധികം പേരുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇത് പുനഃപരിശോധിക്കും. അത്യാവശ്യ ജീവനക്കാരെ മാത്രം നിലനിർത്തും. ഇരട്ട ശമ്പളം വാങ്ങുന്നവരുമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കിഫ്ബിയിൽ നിന്നും അതിന്റെ കൺസൾട്ടൻസിയായ കിഫ്കോണിൽ നിന്നും ശമ്പളം വാങ്ങുന്നവരുണ്ടെന്നാണ് വ്യക്തമായത്. ഇത് ഒഴിവാക്കും. കിഫ്ബിയുടെ പ്രവർത്തന ഘടന പുനഃപരിശോധിക്കും. സാങ്കേതിക പരിജ്ഞാനം വേണ്ട ഉയർന്ന തസ്തികയിലേക്ക് സർവീസിൽ നിന്നുള്ളവരെ നിയമിക്കാനാണ് പുതിയ സർക്കാരിന്റെ തീരുമാനം. കിഫ്ബി നേരിട്ട് നിയമിച്ച 400 കരാർ ജീവനക്കാരുടെ നിയമനങ്ങൾ പരിശോധിക്കും. ഇതടക്കം എല്ലാ വിഷയങ്ങളും പഠിക്കാൻ വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കാനാണ് സർക്കാർ ധാരണയിലെത്തിയിരിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.